കൊടിക്കുന്നിൽ സുരേഷിനെതിരായ മണ്ഡലത്തിലൊരു വിരുദ്ധ വികാരമില്ലെന്നും മാത്രമല്ല ദേശീയ തലത്തിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ചട്ടമടക്കം പ്രതിരോധിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ സജീവ സാന്നിധ്യം പാർലമെന്റിൽ വേണം. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പലതും ചെയ്യാൻ സാധിക്കും. ഇന്ത്യ മുന്നണി വന്നാൽ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ മന്ത്രിയാണ്. ഇതൊക്കെ വസ്തുതയാവും. വിജയിച്ചു വന്നാലല്ലേ മന്ത്രിയാവൂ. ആദ്യം പാർലമെന്റ് വിജയിക്കുക എന്നുള്ളത് ജനങ്ങളുടെ വോട്ട് തേടുക എന്നുള്ളതാണ്. അതിന് 15 വർഷക്കാലമായി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രതിനിധിയാണ്. എവിടെയാണ് വികസനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു വികസനവും ഇല്ല. ഇവിടെ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്തും മാവേലിക്കരയിൽ വികസനമില്ല. ഇല്ല, ഒരു വികസനവും. UPAക്ക് CPM പിന്തുണ കൊടുക്കുന്ന കാലത്തും മാവേലിക്കരയിൽ വികസനമില്ല. വികസനം ഒരു ഘട്ടത്തിൽ വികസനം കൊണ്ടുവരുന്നത് ഇടതുപക്ഷം പിന്തുണ കൊടുത്തുകൊണ്ട് മാത്രമല്ല, ഒരു ജനപ്രതിനിധി അയാളുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ടതാണ്. ആ നിർവഹണം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 6 കോടിയിലധികം രൂപ നിർവഹിക്കാൻ കഴിയാത്ത ഈ സംസ്ഥാനത്തെ ഏറ്റവും നീചനുമായ പ്രവൃത്തി പരിചയവുമില്ലാത്ത, ഒരു നിലയിലും നാടിനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. എവിടെയാണ് വികസനം? ഏതെങ്കിലും പറയണ്ടേ? ഈ 15 വർഷക്കാലമായി ഒരു മണ്ഡലത്തെ മാത്രം പ്രതികരിക്കാം. ലക്ഷോപലക്ഷം വരുന്ന കോടിക്കണക്കിനായ രൂപ മുടക്കി ഏതെങ്കിലും ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞോ? ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണ്ടേ? എവിടെ തൊഴിൽ സൃഷ്ടിക്കാൻ വേണ്ടി? അതൊരു MP മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഒരു MP വിചാരിച്ചാൽ നടക്കുന്നില്ല എന്നാര് പറഞ്ഞു? PSCയിലുണ്ടല്ലോ നിയമനം. പലപ്പോഴും CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ക്യൂ നിൽക്കുക. PSC നിയമനം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കഴിഞ്ഞ വർഷം നടന്നതിൽ 42%. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കേരളത്തിലാണ്. MPക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുടക്കാൻ കഴിയുന്ന പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഈ നിലയിൽ എന്ത് വ്യവസായവും ആലപ്പുഴ പഞ്ചായത്ത് ഉണ്ടല്ലോ, ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ. ആ ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരിഫ് MP എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ആലപ്പുഴ കേന്ദ്ര വിദ്യാലയം കായംകുളത്തെ നിർത്താൻ വേണ്ടി പോയതാണ്. എത്രയോ ആളുകൾക്ക് തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനം പിടിച്ച് ഈ കേരളത്തിൽ ഒറ്റ സ്ഥാപനം നൽകുന്നുള്ളൂ. അത് ആരിഫുള്ള പാർലമെന്റ് മണ്ഡലത്തിലെ കായംകുളത്തെ കേന്ദ്ര വിദ്യാലയമാണ്. അത് നിർത്തലാൻ ഇടതുപക്ഷാല് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമാണ്. മനസ്സിലായല്ലേ? അടച്ചുപൂട്ടിയില്ലെന്ന് പറഞ്ഞാൽ പുതിയൊന്നും കൊണ്ടുവന്നില്ലല്ലോ. നിലവിലുള്ളതിൽ ഏതെങ്കിലും ഒരിടത്ത് നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുകയും ഏറ്റവും കൂടുതൽ സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത MP അല്ലേ അദ്ദേഹം? നരേന്ദ്രമോദിക്കെതിരായി ചോദ്യം ചോദിച്ച എത്ര ആളുകൾ ഇപ്പോ BJP പോയി? അവർ കേന്ദ്രമന്ത്രിമാരിൽ എത്ര ആളുകൾ BJP ആണ്? അവരുടെ മുഖ്യമന്ത്രിമാരിൽ എത്ര ആളുകൾ ഇപ്പോ BJP ആണ്? 200-ലധികം വരുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വമാകെ BJP-യിലാണ്. ഇവിടെ എന്ത് പറയുന്നത്? K. കരുണാകരന്റെ മകൾ ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം പത്മനാഭ വേണുഗോപാൽ പറഞ്ഞ എന്താ? ഞാൻ മാത്രമല്ല, ഈ MP ഈ പാർലമെന്റ് ജയിച്ചു വരുന്ന പലരും അല്ലെങ്കിൽ മത്സരിക്കുന്ന പലരും ഇനിയും BJP-യിലേക്ക് പോകുന്നു. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ സെക്യൂരിറ്റിക്ക് കാവൽ നിന്ന ആൾക്കാരടക്കം പോയി. അതൊന്നുമില്ല, അത് തെറ്റിദ്ധാരണയാണ്. അത് തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. ഞങ്ങളുടെ ഏതെങ്കിലും MP MLA കോൺഗ്രസിൽ പോയതിൽ അത്രയും ഞങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു? അവർക്ക് പോകാൻ 12 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോയത്. എത്ര PCC അധ്യക്ഷന്മാർ പോയി? അതിലും പറഞ്ഞ ഇടതുപക്ഷത്തിന് പോയത് കൊണ്ടല്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് BJP-യെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ല. കോൺഗ്രസിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് ബീഹാറിൽ പോയി കൈപിടിച്ചത്? ഞങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ബീഹാറിൽ പോയി കൈപിടിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങൾ രാഷ്ട്രീയ നിലപാടുള്ളത് കൊണ്ടാ. BJP പൊതുവായ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാണ്. BJP ഈ രാജ്യത്തിന് മതനിരപേക്ഷതയെ തകർക്കുന്ന, രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്ന, വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് BJP. BJP-യെക്കാട്ടിലും വലുത് ഇന്നലകളിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാലത്ത് നന്നാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയാണ് കൂട്ടുകൂടുന്നത്.